അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ നടത്തിവരുന്ന ജനകീയ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായാണ് ഇന്ന് ഈ മാവേലിക്കര നിയോജകമണ്ഡലത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 20 വർഷക്കാലമായി ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീനിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. സാധാരണ ഏതൊരു പൗരനും ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ, ജനാധിപത്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ജനാധിപത്യത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നിയമനിർമ്മാണം നടത്തുന്നതിനും ജനാധിപത്യം ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും ഒക്കെ ജനാധിപത്യ പ്രക്രിയയിലൂടെ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും അതിസുപ്രധാനമായ ഒരു മേഖല. ജനാധിപത്യം കേൾക്കുമ്പോൾ പലപ്പോഴും തെരഞ്ഞെടുപ്പാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയ സുഗമമാക്കുന്നതിനുള്ള എല്ലാ മേഖലകളെയും ശാക്തീകരിക്കുന്നതിന് വേണ്ടി നിയമങ്ങളും നയങ്ങളും നടപ്പാക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം, ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൗരന്മാരുടെ വോട്ടിന് തുല്യത ലഭിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അംബേദ്കർ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സമരം നടക്കുന്നത് EVM നിയമവിരുദ്ധമാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ പോലും അംബേദ്കർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഗതിവിഗതികളെ നാളുകളിൽ മാറ്റിമറിക്കാൻ തക്കതായ സമഗ്രമായ ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അടിമുടി പരിവർത്തനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇതിനോടകം തന്നെ 10 ബില്ലുകളാണ് ഇന്ത്യൻ പാർലമെന്റിൽ API സമർപ്പിക്കപ്പെട്ടിരുന്നത്. APIയുടെ ആദരണീയനായ ദേശീയ പ്രസിഡന്റ് ശ്രീമാൻ വിജയമംഗയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം സമഗ്രമായി പരിഷ്കരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് 10 ബില്ലുകളാണ് API പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേവലം EVM മാത്രമല്ല, സമഗ്രമായ കോംപ്രിഹെൻസീവ് ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുന്ന 10 ബില്ലുകളാണ് API ഇന്ത്യൻ പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം, ഏകദേശം TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള ഈ ഭരണഘടനാ സ്ഥാപനം പൊതുജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്ത്യ 1950 ജനാധിപത്യത്തിനായി നിരവധി പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ബാക്കി മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം ലഭിക്കുന്ന പാർട്ടികളെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുജനങ്ങൾ, വിശേഷിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതായ വസ്തുത API മുന്നോട്ട് വസ്തുതയാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് പറയുന്നത് FPTP എന്ന് പറയുന്ന
തെരഞ്ഞെടുപ്പ് രീതിയാണ്. എന്താണ് FPTP? FPTP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒന്നാം സ്ഥാനക്കാരന് മാത്രം പ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അവസരം ലഭിക്കുന്ന ഒരു ആനുപാതിക തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് API ഞാൻ സൂചിപ്പിച്ച 10 ബില്ലുകളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് ഉള്ളത് മത്സരത്തിലെ ഒന്നാം സ്ഥാനക്കാരുടെ മാത്രമാണുള്ളത്. ബാക്കി എല്ലാ രാജ്യങ്ങളിലും സമ്മിശ്രമായ തെരഞ്ഞെടുപ്പ് രീതി അല്ലെങ്കിൽ ആനുപാതിക ജനാധിപത്യ രീതിയുമാണ് നിലനിൽക്കുന്നത്. നമ്മൾ അത് API ഈ സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് രീതി മാറ്റുക എന്നുള്ളത്. ആനുപാതിക ജനാധിപത്യ ക്രമം കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 10ഓളം ഇന്ത്യയിലെ മറ്റൊരു കാര്യമാണ് ഇലക്ട്രൽ ഫണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ് അത് ഗവൺമെന്റ് ഓഡിറ്റബിൾ ആകുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം നടത്തപ്പെടണമെന്ന് ആവശ്യപ്പെട്ട കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ മത്സരിക്കുന്നവർക്കോ തുല്യത ലഭിക്കാൻ അവിഹിതമായി സമ്പാദിക്കുകയും അത് തെരഞ്ഞെടുപ്പിലൂടെ അത് പണമൊഴുക്കുകയും ജനാധിപത്യം എന്നത് കേവലം ഇലക്ട്രോക്രസിയാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു ഇലക്ട്രൽ ഫണ്ടിങ് സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്, സ്റ്റേറ്റ് ഇലക്ട്രൽ ഫണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്താണ്? വോട്ടിംഗ് മെഷീൻ നമ്മൾ പരിശോധിക്കാം, മറ്റുള്ള രാജ്യങ്ങളെ പരിശോധിക്കും. ആദ്യമായി ജർമ്മനിയിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കപ്പെടുന്നത്. അവിടെ സുപ്രീം കോടതികളിൽ കേസുകൾ നടത്തുകയും അവസാനം അത് ആക്റ്റബിളാണ്. API ഈ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ 2-3 മാസം നീണ്ടു നിൽക്കുന്ന നിയമപരമായ പ്രക്ഷോഭത്തിന്റെ ഫലമായി ഇന്ത്യൻ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നും ലഭിച്ച വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി IT ആക്ട് 2000 അതുപ്രകാരം EVM മെഷീൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി മാർഗനിർദ്ദേശം പാലിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെ ഉപോത്പരകമായ യാതൊരു സർട്ടിഫിക്കറ്റുകളും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പക്കൽ ഇല്ല എന്നതാണ്. ഈ EVM ഈ സമരം കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാരുടെയും ബാധ്യതയായി തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും സവിശേഷമായ തെരഞ്ഞെടുപ്പ് അതിനെ അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെതിരെ നമ്മൾ കോടതികളിൽ പോകാനും സുപ്രീം കോടതിയിൽ പോകാനും ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും ഒക്കെ പോകാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യം